അതിരു കടക്കുന്നുവെന്ന് പലതവണ കോൺഗ്രസ് നേതൃത്വം താക്കീത് നൽകിയതാണ് ശശി തരൂരിന്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ തൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് ശശി തരൂർ എപ്പോഴും ശ്രമിക്കുന്നത്. നരേന്ദ്രമോദിയെ ഒരിക്കൽ പുകഴ്ത്തി, മറ്റൊരിക്കൽ പിണറായി വിജയനെയും. അങ്ങനെ കോൺഗ്രസ് നയത്തിന് വിരുദ്ധമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ശശി തരൂരിനോട് കേരളത്തിലെ പരമ്പരാഗത നേതാക്കൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നതാണ് വാസ്തവം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനുമൊന്നും തരൂരിൻ്റെ രാഷ്ട്രീയ ശരികളെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ജനകീയനായി നാൾക്കുനാൾ മാറിക്കൊണ്ടിരിക്കുന്ന ശശി തരൂരിനെ തള്ളിപ്പറയാനും പലപ്പോഴും അവർക്ക് കഴിയാറില്ല. സംഘടനാപരമായി നേതൃത്വത്തിന് വഴങ്ങി നിൽക്കാൻ കൂട്ടാക്കാത്തതാണ് തൻ്റെ ജനകീയതയുടെ മുഖ്യ കാരണമെന്ന് ശശി തരൂർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ നിർണായക സ്വാധീനമുള്ള KC വേണുഗോപാൽ ശശി തരൂരിൻ്റെ യുദ്ധകാല നിലപാടുകളോട് വിയോജിക്കുന്നതായാണ് അറിയുന്നത്. കോൺഗ്രസ് പ്രവർത്തന സമിതി അംഗമായ ശശി തരൂർ പാർട്ടിയുടെ നിലപാടാണ് ജനങ്ങളോട് പറയേണ്ടതെന്ന് AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു കഴിഞ്ഞു. അത് അനുസരിക്കാതെ മുന്നോട്ട് പോകാൻ തരൂരിന് കഴിയുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിപക്ഷം പേരും ഒളിഞ്ഞും തെളിഞ്ഞും ശശി തരൂരിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ-പാക് വെടിനിർത്തൽ കരാർ ആദ്യം ലോകത്തെ അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപാണ്. അതിൻ്റെ രഹസ്യം പെട്ടെന്നൊന്നും ആർക്കും പിടികിട്ടിയില്ല. കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണം ഇന്ത്യ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതല്ല. സംഭവം നടന്ന് 16 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത ആക്രമണം നടത്തി. തങ്ങളെക്കൊണ്ടാവും വിധം പാകിസ്ഥാൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഈ സമയങ്ങളിൽ അപൂർവം ചില ചെറു രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതേസമയം ഇസ്രായേൽ, റഷ്യ തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾ ഭീകരവാദത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ഇതിനിടയിൽ പാകിസ്ഥാന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്നത് അമേരിക്കയാണെന്ന് പാക് നേതാവ് പ്രഖ്യാപിക്കുകയും ചെയ്തു. തീവ്രവാദക്കെടുതികൾ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. എന്നാൽ അവർ അതൊന്നും സമ്മതിച്ചു തരില്ലെന്ന് മാത്രം. ഇന്ത്യ-പാക് പ്രശ്നം തുടങ്ങിയപ്പോൾ മുതൽ ട്രംപ് ഒന്നാം ലോക പോലീസ് കളിക്കാൻ തുടങ്ങി. അമേരിക്കക്കാർക്ക് പോലും ട്രംപിൻ്റെ പല നിലപാടുകളോടും യോജിപ്പില്ല. ഈ സന്ദർഭത്തിലാണ് ഇന്ത്യൻ ഭരണകൂടവുമായി ആലോചിക്കാതെ യുദ്ധം അവസാനിച്ചുവെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് ഇന്ത്യ ഔദ്യോഗികമായി ഇക്കാര്യം ജനങ്ങളോട് പറഞ്ഞത്. എന്നും വിജയം നേടാൻ ഏതു വഴിയും സ്വീകരിക്കുമെന്ന് ഒരിക്കൽ കൂടി അമേരിക്ക തെളിയിച്ചിരിക്കുന്നു.